വൺ പീസ് ആനിമെ സ്കൈപിയ സാഗ 21-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഓടി വന്ന ലൂഫി കൈ വിരിച്ച് പിറകിലേക്ക് നീട്ടിയിട്ട് റൈഫിൾ കൊണ്ട് എനർവിന്റെ വയറിലിടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. എനർവിന് അത് നല്ലതുപോലെ ഏറ്റിരുന്നു. അപ്പോഴേക്കും ഗുഹയിൽ നിന്ന് മാർക്ക് മാക്സിം പുറത്തു കടക്കാറായിരുന്നു. കപ്പൽ പറന്നു പോകുവാണല്ലോ എന്ന് വിചാരിച്ച് ഐസയും പിയറും പേടിച്ചു. എനറു തോറ്റെന്ന് നാമി ഒരു നിമിഷം വിചാരിച്ചു. എങ്കിലും അയാൾ പിന്നെയും എണീറ്റു. അവൻ അവശനായിരുന്നു. വിഡ്ഢി, ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനാവില്ല. നീ ചത്തു കഴിഞ്ഞാൽ ഈ ലോകം എന്റേതാവും. ഒരിക്കൽ കൂടി എന്നെ എല്ലാവരും ഭയക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. എന്റെ ലോകം നിന്നെ പോലെയുള്ള പുഴുക്കളൊന്നും എനിക്ക് എതിരല്ല. എനിക്ക് ഒന്നും അസാധ്യമല്ല. ആർക്ക് മാക്സിം ആകാശത്തേക്ക് ഉയർന്നു. ഞാനാണ് സർവശക്തനായ ദൈവം. ഈ സമയം അപ്പർ യാർഡിന് മുകളിൽ കൂടി പറക്കുന്ന ആ കപ്പൽ സ്കൈപിയയിലെ ജനങ്ങൾ കണ്ടു. പറക്കുന്ന ഒരു കപ്പൽ, അത് അവർക്ക് അത്ഭുതമായിരുന്നു. അത് തന്നെയാണ് ഇരുണ്ട മേഘങ്ങൾക്ക് കാരണമെന്ന് അവർക്ക് മനസ്സിലായി. ദൈവം അതിലുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം ജനങ്ങളെ പിന്നെയും ഭയചകിതരാക്കിയതേ ഉള്ളൂ. ഈ സമയം ഏഞ്ചൽ ദ്വീപിൽ നിന്നും ധാരാളം കപ്പൽ പോകുന്നത് ശാന്തിയന്മാരും കണ്ടിരുന്നു. അവർക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഏഞ്ചൽ ദ്വീപിൽ നിന്നുള്ള ചിലർ ശാന്തിയന്മാരോട് കാര്യം പറയാനായി വന്നു. ഉടനെ കപ്പലുമായി രക്ഷപ്പെടൂ, ഈ നാട് നശിച്ചു. ബ്ലൂസിയിലേക്ക് രക്ഷപ്പെടൂ. ബ്ലൂസിയിലേക്കോ? ഈ സമയം തന്നെ റോബിനും ആ ഷിപ്പ് കണ്ടിരുന്നു. അത് പഴയ ശാന്തോറയുടെ മുകളിലൂടെ പറന്നു. ഇത് കൺകുളിർക്കെ കണ്ടോ റബ്ബർ മനുഷ്യ? മരിക്കാൻ പോകുന്ന ഒരു ദ്വീപിന്റെ നിരാശ. ഇതാണ് ആകാശദ്വീപിന്റെ അന്ത്യം. ഇനി എന്നെ ആർക്കും തടയാനാവില്ല. നിർത്തണ എന്ന് പറഞ്ഞ് ലൂഫി കൊതിച്ചു. എന്നാൽ എനറു തന്റെ പവർ ഉപയോഗിച്ച് പിറകിലെ സ്വർണ്ണ മതിലിൽ തൊട്ടു. ലൂഫി ഇടിക്കാനായി കൈനീട്ടി വന്നപ്പോഴാണ് സ്വർണം പഴുപ്പിച്ച് രൂപം മാറ്റി എനൽ അവന് മുന്നിൽ ഒരു സ്വർണ്ണഗോളം ഉണ്ടാക്കിയത്. ലൂഫിയുടെ കൈ ആ പഴുത്ത സ്വർണ്ണഗോളത്തിൽ കുടുങ്ങി. കയ്യിൽ ചുട്ടുപഴുത്ത സ്വർണ്ണപ്പന്തുമായി ലൂഫി വേദന കൊണ്ട് പൊളഞ്ഞു. അത് പെട്ടെന്ന് തണുത്തത് കാരണം ലൂഫിക്ക് കൈ അതിൽ നിന്ന് മൂരാൻ പറ്റുന്നില്ല. നീലക്കടലിൽ നിന്നുള്ള റബ്ബർ മനുഷ്യ, ഇനി എനിക്ക് നിന്നെ നേരിടേണ്ട ആവശ്യമില്ല. ഇതെടുത്ത് മാറ്റണ തണ്ടി എന്ന് പറഞ്ഞ് ലൂഫി ബഹളം. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ വെച്ച് പിരിയാം. എനറു അടുത്തു വന്ന് നിന്നിട്ട് ആ സ്വർണ്ണപ്പന്ത് കാല് വെച്ച് ഉരുട്ടിക്കളഞ്ഞു. അത് ഉരുണ്ട് കപ്പലിന്റെ വെളിയിൽ പോയി. ലൂഫി കപ്പലിൽ തന്നെ നിൽക്കാൻ നോക്കിയെങ്കിലും ആ സ്വർണ്ണപ്പന്തിന്റെ ഭാരം അതിഭീകരമായിരുന്നു. ലൂഫി കപ്പലിന്റെ വക്കിൽ പോയി നിന്നു. അവൻ കഷ്ടപ്പെട്ട് കൈ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ തളച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുൻപത്തെ പോലെ തന്നെ എന്റേതായി മാറും. എന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് മറ്റാരും കാണില്ല. ഈ ലോകത്തോ നീ മണ്ണം വല്ലവാണോ? ഇഷ്ടം പോലെയുണ്ട്. താഴെ ബ്ലൂസിയിൽ ചെകുത്താന്മാരെ പോലെയുള്ള ആൾക്കാരുണ്ട്, ലൂഫി അരിശത്തിൽ പറഞ്ഞു. ഉടനെ എനല് ലൂഫിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. നീ ഒരു വിടുവായനാണല്ലോ. ആകാശദ്വീപിനൊപ്പം നീയും താഴെ പോ എന്ന് പറഞ്ഞ് എനല് കൈവരി തകർത്തു കളഞ്ഞു. ലൂഫി താഴേക്ക് പതിച്ചു. നാമി ആകപ്പാടെ ഭയന്നുപോയി. ലൂഫി താഴെ വീഴുന്നത് ഐസയും പിയറും കണ്ടിരുന്നു. വക്കിൽ വന്നു നിന്ന് താഴേക്ക് നോക്കിയ നാമി അവരെ ശ്രദ്ധിച്ചു. ഓ, ഇവരുടേതായിരുന്നോ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ചെറിയ ശബ്ദങ്ങൾ? ലൂഫിയെ രക്ഷിക്കാനായി ഐസയും പിയറും കുതിച്ചു. നിങ്ങൾ സമയം പാഴാക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കാൻ ഒരുങ്ങി. നാമി അവരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഉറക്കെ അലറി. എന്നാൽ എനറു അവരെ ശക്തമായി ആക്രമിച്ചു. നാമിക്ക് വിശ്വസിക്കാനായില്ല. അവൾ അവർക്ക് വേണ്ടി ഉറക്കെ നിലവിളിച്ചു. എന്നാൽ മറുപടി ഒന്നുമില്ല. ഞാൻ വിചാരിച്ചതിലും ശക്തനായിരുന്നു അവൻ, ആ നശിച്ച റബ്ബർ സാധനം. പക്ഷെ ഇതാണ് അവസാനം. നാമി അരിശത്തിൽ എനറുവിനെ നോക്കി. ഡിവൈൻ സ്ക്വാഡ് 6 വർഷമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ വലിയ കപ്പൽ കോയിൻസും താഴെ നിന്ന് കണ്ടു. ഇത് കണ്ടോ? ഇതാണ് ഈ ദ്വീപിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം. സ്വർണം കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ തീരത്ത് വെച്ച് കണ്ടുമുട്ടണം. നാമി പറഞ്ഞത് കോനിസ് ഓർത്തു. അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് പോയി അവർക്കായി കാത്തിരിക്കാൻ കോനിസ് തീരുമാനിച്ചു. കാരണം അവൾ മാത്രമേ അവർക്ക് ബ്ലൂസിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ളൂ. ഈ സമയം ഗോയിങ് മെറിയിൽ ബോറൻ തിരിച്ചു വന്ന സാഞ്ചി അവിടെയെല്ലാം നോക്കിയിട്ടും ആരെയും കണ്ടില്ല. അപ്പോഴാണ് മുകളിൽ കൂടി പറക്കുന്ന ആർക്ക് മാക്സിം അവൻ ശ്രദ്ധിക്കുന്നത്. സ്ത്രീകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള തന്റെ അത്ഭുത ശക്തി കൊണ്ട് ആർക്ക് മാക്സിമിൽ നാമി നിൽക്കുന്നത് സാഞ്ചി കണ്ടു. സാഞ്ചി എന്ന് ഉസാബിനെ ചവിട്ടി എണീപ്പിച്ചു. എന്നാടാ? ഒന്നുമില്ല, നീ ഒന്ന് റെഡി ആയിക്കേ. റെഡിയാകാനോ? നമ്മള് നാമിസാനെ രക്ഷിക്കാൻ പോവാ. രക്ഷിക്കാനോ? അപ്പോഴാണ് അവന് ബോധം വെച്ചത്. ഉസോപ്പ് പേടിച്ച് ഓരോന്ന് കാണിക്കാൻ തുടങ്ങി. ദൈവമൊക്കെ പോയടാ, നമ്മളിപ്പോ നാമിസാനെ രക്ഷിക്കാൻ പോവാ. നാമിയെയോ? ആന്നേ, നാശം. നമ്മൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ അവളെ കണ്ടവന്മാര് വന്ന് കിഡ്നാപ്പ് ചെയ്യരുത്. കാരണം നാമിസാൻ ക്യൂട്ടല്ലേ. അവളെ കിഡ്നാപ്പ് ചെയ്യരുന്നോ? എങ്ങോട്ട്? ഒട്ടാ അങ്ങോട്ട്, ആർക്ക് മാക്സിം കാണിച്ചവൻ പറഞ്ഞു.
യോ ഇതെന്തുവാ? കാടോ കപ്പലോ? ഒരു മിന്നായം പോലെയാണെങ്കിലും ഞാൻ അവളെ ഉറപ്പായും കണ്ടു. നാമിസാൻ അതിലുണ്ട്. അതെന്ത് കുന്തമാണേലും നാമിസാൻ ടീഷർട്ട് അല്ലേ ഇട്ടേന്ന് എനിക്കറിയാം. എനിക്ക് കാര്യം മുഴുവൻ മനസ്സിലായിട്ടില്ല. പോലീസും ബാക്കിയുള്ളവരും ഒക്കെ എവിടെ പോയി? ഉസോപ്പ് ചോദിച്ചു. എനിക്കും അറിയാൻ മേല. എന്താണേലും നമ്മൾക്ക് പെട്ടെന്ന് പോണം. ഗോയിങ് മെറിയെ സൂവിനെ ഏൽപ്പിച്ചിട്ട് അവന്മാർ ആ കപ്പലിലേക്ക് കുതിച്ചു. ഉസോപ്പിന്റെ അരയിലുള്ള ഉസോപ്പ് ആ എന്ന ബെൽറ്റിലെ കയറ് കൊണ്ട് ഷിപ്പിൽ കയറാനാണ് പ്ലാൻ. ഞാൻ വരുവാണ് നാമിസാൻ. ഈ സമയം ആർക്ക് മാക്സിം പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരിനി കരഞ്ഞാലും നിലവിളിച്ചാലും ഈ നാടിനെ രക്ഷിക്കാനാവില്ല. ആകാശദ്വീപ് ആകാശത്തു നിന്നും നിലം പതിക്കും. പിന്നെ ഞാൻ സർവശക്തനായ ദൈവം അനന്തമായ ലോകത്തിലേക്ക്, ഫെയറി വേർത്തിലേക്ക് ഈ സ്വർണ്ണ പെട്ടകത്തിൽ ഉയരും. അതെ, പോകുന്ന വഴിക്ക് ആ നിധി കൂടെ കൊണ്ടുപോകാൻ ഞാൻ മറക്കരുത്. ആ സ്വർണ്ണ മണി. അതെ, സ്വർഗം ഭരിക്കുന്ന എനിക്ക് ഏറ്റവും ഉതകുന്നതാണ് ആ വലിയ സ്വർണ്ണ മണി. നാമിക്ക് അതൊക്കെ കേട്ടിട്ട് ആവശ്യം വരാതിരുന്നില്ല. അത് എനർ ശ്രദ്ധിച്ചു. എന്തുപറ്റി? ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ ഇവിടെ വരെ വന്നത്. കഴിവില്ലാത്തവരെ ഉപേക്ഷിക്കൂ. നീ ആഗ്രഹിക്കുന്ന ഒരു ഭാവി നിനക്ക് കാണാമല്ലോ അല്ലേ? ആ, എനിക്കുണ്ട്, നാമി പറഞ്ഞു. പക്ഷെ ഞാൻ നിന്റെ കൂടെ വന്ന അത് ഒറ്റയ്ക്കാവുന്നത് പോലെ തന്നെയാണ്. നീ ഒറ്റയ്ക്കാണെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം കിട്ടുന്നതിലുള്ള രസമെന്താ? ശരിക്കും എനിക്ക് വേണ്ടതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവരെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നിന്റെ കൂടെ ഇതുപോലെ വന്നാൽ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും ഇനി വേണ്ട, നാമി ഉറപ്പിച്ചു പറഞ്ഞു. നിനക്കൊന്നും വേണ്ടല്ലേ? അതിനർത്ഥം നിന്റെ ജീവനും. ഈ സമയം പോലീസ് ഗോയിങ് മെറിയിൽ എത്തിയിരുന്നു. സാഞ്ചിയും ഉസോപ്പും എവിടെ എന്നവൾ സൂവിനോട് തിരക്കി. അത്രയും മുറിവ് വെച്ച് അവർക്ക് അനങ്ങാൻ പോലും ശേഷി കാണില്ലല്ലോ. ആകപ്പാടെ സംഘർഷത്തിലായിരുന്ന സൂ അവളോട് അവർ എവിടെ പോയെന്ന് ആംഗ്യം കാണിച്ചു കൊടുത്തു. അത്രയും അവശരായി അവർ പോയതിൽ പോലീസിന് വിശ്വസിക്കാനായില്ല. ഈ സമയം ആർക്ക് മാക്സിം വരുന്ന വഴിയിൽ സാഞ്ചി ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥാനം ഉറപ്പിച്ചു. ഉസോപ്പ് പേടിച്ച് താഴെ നിന്നു. എന്നാൽ ആർക്ക് മാക്സിം അടുത്തെത്താറായപ്പോൾ ഉസോപ്പ് തന്റെ ബെൽറ്റിലെ കയറ് സാഞ്ചിക്ക് നേരെ വിട്ടു. സാഞ്ചി അത് മാക്സിമിന് നേർക്ക് ശക്തമായി തൊഴിച്ചു വിട്ടു. അങ്ങനെ പറയുന്നത് ബുദ്ധിപരമായ ഒരു കാര്യമല്ലല്ലോ. അതും നിനക്ക് അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നഷ്ടമായ ഈ അവസ്ഥയിൽ നിനക്ക് ഈ കപ്പലിൽ ആയിരിക്കണ്ടെങ്കിൽ നിനക്കിനി ഒരു വിധിയേ ഉള്ളൂ: കാലപുരിയിലേക്ക് പോവുക. ഈ സമയം ഉസോപ്പിന്റെ ഹുക്ക് ആർക്ക് മാക്സിമിൽ ഉടക്കിയിരുന്നു. അതുവഴി സാഞ്ചി മുകളിലേക്ക് കയറി. ഉസോപ്പ് താഴെ കടന്ന് പേടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നു. അവൻ ഞാലുന്നതിനിടയിൽ കാറിക്കൂവി നിലവിളിച്ചു. ദൈവമാണേലും അല്ലേലും നാമിസാന്റെ ദേഹത്ത് കൈവച്ച ഞാൻ നീലക്കടലിലെ ചെകുത്താനായി മാറും. സാഞ്ചി ആ കലിപ്പിൽ മുന്നേറി. ഇവനെതിരെ എനിക്ക് പൊരുതി നിൽക്കാനാവില്ല. പക്ഷേ എനിക്ക് കപ്പലിൽ നിന്നും രക്ഷപ്പെടണം. അതാണ് സത്യം. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. നാമി തന്നെ ക്ലൈമാറ്റാക്ട് ഉപയോഗിക്കാൻ തയ്യാറാക്കി പുറകിൽ ഒളിപ്പിച്ചു വെച്ച് നിന്നു. അവൾ എനറുവിനെ നേരിടാൻ തന്നെ ഒരുങ്ങി. നിനക്ക് ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. അതോ ഇതിനകത്ത് നുഴഞ്ഞു കയറിയ രണ്ടുപേരിൽ നിനക്ക് ആശ്രയിക്കണമോ? നാമി ഒന്ന് ഞെട്ടി. അതാരായിരിക്കും? എനിക്ക് താഴെ പോണം. ഇനി മേലോട്ട് പോയാലും താഴെ പോകാൻ പറ്റില്ലടാ സാഞ്ചി. എന്നാ പറഞ്ഞാലും ദൈവം ഇതിനകത്തുണ്ടടാ. ഉസോപ്പ് കരഞ്ഞു പറഞ്ഞു. തുടങ്ങിയ സ്ഥിതിക്കിന് തിരിച്ചു പോകാനാവില്ല എന്ന് സാഞ്ചി. പക്ഷേ നമ്മൾ എന്നാ ചെയ്യാൻ സാഞ്ചി? ഇത്രയും വലിയ കപ്പലിനകത്ത് 100 കണക്കിന് ആൾക്കാർ കാണും. അവരെയൊക്കെ എങ്ങനെ തോപ്പിക്കാനാ? പിന്നെ ദൈവവും അങ്ങേറെ പുരോഹിതന്മാരും വന്നാ? കരച്ചിൽ നിർത്തറേ. എന്താണേലും ശത്രുക്കൾക്ക് മന്ത്രം ഉപയോഗിക്കാൻ അറിയാം. അതുകൊണ്ട് പാത്തും പതുങ്ങിയും നടന്നിട്ട് കാര്യമില്ല. സാഞ്ചി അകത്ത് കയറി. നമ്മളെ കുറിച്ച് അവര് കുറെ നേരം മുന്നേ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അറിഞ്ഞെന്നോ? അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? പേടിച്ചിട്ട് കാര്യമില്ല. അകത്ത് കയറി സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരെ ഡെക്കിലേക്ക് പോകാം. നാമിസാൻ അവിടാണ്. എന്തുവാ സ്പ്ലിറ്റ് ചെയ്യാനോ? നിനക്ക് ഭ്രാന്താണോടാ? ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല. നമ്മൾ എന്തിനാ സ്പ്ലിറ്റ് ചെയ്യുന്നേ? എടാ മണ്ട, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തില്ലേല് ചിലപ്പോ നമ്മളെ ഒരുമിച്ച് പിടിക്കും. സാഞ്ചി തിരിഞ്ഞു നിന്ന് പറഞ്ഞു. അതെന്നാടാ ഒരുമാതിരി ചാകാൻ പോകുന്ന ടോണിൽ സംസാരിക്കുന്നേ? അതോ നീ നാമിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പോവാണോ? സാഞ്ചി ഉസോപ്പിന്റെ തോളിൽ 2 കൈയും വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് കേട്ടോ ഉസോപ്പേ, നാമിസാന് വേണ്ടിയാണേല് നിന്നെ സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ഓക്കെ പോവാം. നാമിസാൻ ഞാൻ വന്നു എന്ന് അലറിക്കൊണ്ട് സാഞ്ചി ഓടി. ഉസോപ്പ് പിറകെ. നിന്നെ രക്ഷിക്കാൻ അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാണല്ലോ. വിഡ്ഢിത്തം. അതാരായിരിക്കും? ഇതിനകത്ത് എങ്ങനെ കയറിയെന്ന് നാമി അതിശയിച്ചു. പെട്ടെന്ന് എനറു നാമിയെ ആക്രമിച്ചു. അവൾ അത് തലനാരിഴയ്ക്ക് ചാടി ഒഴിഞ്ഞു മാറി പോയി നിന്നു. സഹായിക്കാൻ ആള് വന്നെന്ന് വെച്ച് നീ രക്ഷപ്പെട്ടെന്ന് അല്ല അർത്ഥം. അതോ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കണം?
ഇതിനകത്തു നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് ഒന്നും പറ്റല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമാണ് എന്റെ ചോയ്സ്. ഇവിടെ നിന്നാൽ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാ. ഇവനെതിരെ എനിക്ക് എങ്ങനെയെങ്കിലും പൊരുതി നിൽക്കാനാവുമോ? നാമി ചിന്തിച്ചു. സാഞ്ചി കപ്പലിനകത്ത് കയറിയപ്പോൾ അവൻ കണ്ടത് കുറെ മെഷീനുകളായിരുന്നു. ഇതെന്തു കോപ്പ? എന്താണേലും അവൻ മുന്നോട്ട് തന്നെ ഓടി. കുറച്ചുകൂടി ചെന്നപ്പോൾ ഇതെല്ലാം തന്നെ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം ഇവന് വേറെ ആരും വേണ്ട എന്നല്ലേ. ഉസോപ്പും പേടിച്ച് അകത്തൂടെ ഓടി. ഇത്രയും വലിയ കപ്പലില് വേറെ ആരെയും കാണഞ്ഞിട്ട് അവനും അത്ഭുതം. ഇതെല്ലാം തന്നെയാണോ പ്രവർത്തിക്കുന്നേ? കപ്പലൊക്കെ എന്നാണാവോ പറക്കാൻ തുടങ്ങിയത്? ഇതൊക്കെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇതെങ്ങനെയാ പറക്കുന്നേ? താഴെ വീഴല്ലേ. പിന്നെ നാമി ഡെക്കിലാണുള്ളത്. ഇത്രയും പൊക്കത്തിൽ നിന്ന് പുറത്തോട്ട് ചാടാനും പറ്റില്ല. ഞങ്ങൾ എന്നാ ചെയ്യും? ഈ സമയം ഷാൻഡോറയിൽ അവശരായിരുന്നവരെയെല്ലാം റോബിൻ തന്റെ കഴിവ് കൊണ്ട് സ്ഥലം മാറ്റുന്നു. അവരെയെല്ലാം വള്ളിയിലൂടെ മുകളിലെത്തിക്കാനായിരുന്നു റോബിന്റെ തീരുമാനം. ആകാശം ഇരുണ്ടിരുണ്ട് വരുന്നത് അവൾ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ അത് ആരംഭിക്കും. ആകാശദ്വീപിലെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിൽ ജീവനിൽ ഭയന്ന് കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ചെറിയ വള്ളങ്ങളിൽ കയറി വൈറ്റ് സീയിലേക്ക് പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. ഒരു ദുശ്ശകനം പോലെ ആകാശത്ത് പറന്നു നിൽക്കുന്ന ആ കപ്പൽ കണ്ടവർ ഭയന്നു. ശാന്തിയൻ ഗ്രാമത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ? പക്ഷേ നമ്മളുടെ പോരാളികളുടെ കാര്യമോ? അവർ അപ്പറിയാടിൽ നിന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ശാന്തിയന്മാർ വില്ലേജ് ചീഫിനോട് ദുഃഖമറിയിച്ചു. അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ചീഫ് പറഞ്ഞു. ഗ്രാമവാസികൾ ഞെട്ടിപ്പോയി. പക്ഷേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അവർ പോരാളികളാണ്, കുട്ടികളല്ല. അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്കറിയാം. അവരിൽ വിശ്വസിക്ക്. എനറു ഈ നാട് നശിപ്പിക്കും. തന്റെ ജന്മദേശമായ ബിർക്കയോട് ചേരത് അവൻ ഇവിടെയും ആവർത്തിക്കും. ഇനി യാത്ര തിരിക്കാൻ തയ്യാറാവൂ. ഈ ജനങ്ങളെ എന്ത് വില കൊടുത്തും രക്ഷിക്കണം. ആ വൃദ്ധൻ പറഞ്ഞതനുസരിച്ച് ഗ്രാമവാസികൾ ഓടി. എല്ലാം അവസാനിച്ചിരിക്കുന്നു വൈപ്പ. ഇത്രയും മതി. നിനക്ക് ചെയ്യാനാവുന്നതെല്ലാം നീ ചെയ്തിരിക്കുന്നു. ഗോയിങ് മെറിയിൽ നിന്നുകൊണ്ട് സ്ട്രോഹാറ്റുകളെ ആദ്യമായി കണ്ടത് കോയിനിസ് ഓർത്തു. അവൾക്ക് ഉയരത്തിൽ പറക്കുന്ന ആർക്ക് മാക്സിം കാണാം. അവൾ ചിന്തിച്ചു, ഈ കാട്ടിനുള്ളിൽ വെച്ചാണ് എല്ലാം നടക്കുന്നത്. എന്നാലും എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാത്തിരിക്കാൻ മാത്രം വിധിക്കുന്നത് എത്ര കഠിനമാണ്. ആർക്കും ഒന്നും വരരുതേ, അവൾ പ്രാർത്ഥിച്ചു. ഈ സമയം ആർക്ക് മാക്സിം നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗുഹയിൽ ഐസ വാവിട്ട് കരഞ്ഞു. കാരണം അവളെ സംരക്ഷിക്കുമ്പോൾ പിയറിന് പരിക്ക് പറ്റി. അപ്പോ ഐസ ഐസ എന്ന് ലൂഫി വിളിക്കുന്നു. അവൾ ചുറ്റും നോക്കിയപ്പോൾ ഒരു വലിയ സ്വർണ്ണ പന്ത് കണ്ടു. ലൂഫി ആ വലിയ സ്വർണ്ണപ്പന്ത് എടുത്തുയർത്തി നിന്നു. എന്താണേലും ആ വള്ളിയുള്ള സ്ഥലത്തേക്ക് പോകാം. എനറുവിനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ആ ശരി, എന്നെ അത്ര പെട്ടെന്ന് തടയാമെന്ന് നീ വിചാരിച്ചോ? ആ കപ്പലിന്റെ പിറകെ പോകാം. അതെങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയാം. എനറു അട്ടഹസിച്ചു. നീ കൊള്ളാലോ പെണ്ണെ. അത് ഫലിച്ചു, നാമി പറഞ്ഞു. ഇതുപോലത്തെ സാധനങ്ങൾ ബ്ലൂസീയിൽ ഉണ്ടല്ലേ. ഉടനെ എനറു അവളെ പിന്നെയും ആക്രമിച്ചു. എന്നാൽ നാമി തണ്ടർബോൾ എന്ന് പറഞ്ഞ് ടാക്ടി വീശിയപ്പോൾ അതിൽ തട്ടി എനറുവിന്റെ മിന്നൽ തെറിച്ചുപോയി. മിന്നലിന് പോകാൻ ഒരു വഴി ഒരുക്കുന്നു. മിടുക്കി. കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന ഒരാൾക്ക് അത് ചെയ്യാനാവൂ. എന്നാലും അതുകൊണ്ട് കാര്യമില്ലെന്ന് നാമിക്ക് അറിയാമായിരുന്നു. എനറു പിന്നെയും ആക്രമിക്കാൻ ഒരുങ്ങി. പക്ഷെ എന്റെ ആക്രമണത്തിന്റെ ശക്തി കൂട്ടിയാൽ ഇത് ഫലിക്കില്ല എന്ന് നിനക്ക് ഇപ്പോഴേ അറിയാമല്ലോ. ഞാൻ തിരക്കിലാണ്. നിനക്ക് പോകാം. ഇത്തവണ രക്ഷപ്പെടാനാവില്ല എന്ന് നാമി തിരിച്ചറിഞ്ഞു. അപ്പോൾ നീ ആദ്യം പോടാ എന്ന് പറഞ്ഞു ഉസോപ്പ് എക്സ്പ്ലോഡിംഗ് സ്റ്റാർ കൊണ്ട് എനറുവിനെ ആക്രമിച്ചു. പക്ഷേ എനറു അത് കൈകൊണ്ട് തടഞ്ഞിരുന്നു. അവനൊന്നും പറ്റാതെ നിന്നു. ഉസോപ്പ് ദേണ്ട വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. സോറി. നാമിക്ക് അത്ഭുതം. നീയായിരുന്നല്ലേ? നിന്നെ ഞാൻ ബോട്ടിൽ വെച്ച് കണ്ടതാ. ഉസോപ്പ് പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. സാഞ്ചിയെ കാണുന്നില്ല. സാഞ്ചിയോ? സാഞ്ചിയും ഇവിടെ ഉണ്ടോ എന്ന് നാമി. അപ്പൊ അവൻ ഇങ്ങോട്ട് വന്നില്ലേ? ഉസോപ്പ് എനറുവിനെ ഒന്ന് നോക്കി. എനറു തിരിച്ചു. അങ്ങനെയാണല്ലേ, ഓക്കെ ബൈ. ഉസോപ്പ് ആകെ പേടിച്ചു വിറച്ച് വിയർത്തൊലിച്ച് കതകിന് പിറകിൽ നിന്നു. നിന്നെ കൊണ്ട് പറ്റൂ ഉസോപ്പേ. നീ എന്തിനാ ഓടുന്നത്? നീ ദൈവമാണേൽ എനിക്കെന്നാടാ എന്ന് പറഞ്ഞ് അവൻ കറവ് തുറന്നു വന്നപ്പോ എനറു പിന്നെയും ആക്രമിച്ചു. ഉസോപ്പ് പിന്നെയും ഡോഡ്ജ് ചെയ്തു. ചാടി ഉരുണ്ട് നാമിയുടെ അടുത്ത് പോയി നിന്നു. ഉസോപ്പ് സീരിയസ്. നാമി, ഞാൻ എന്നാ ചെയ്യണ്ടേ? എന്നെ രക്ഷിക്ക്. നീ എന്നെ രക്ഷിക്കാതെ ഇങ്ങോട്ട് വന്ന തെണ്ടി. അല്ല, ശരിക്കും ഇവിടെ എന്നെ നടക്കുന്നതെന്ന് എനിക്ക് അറിയാമേര. പിന്നെ നീ ഇവിടെ എന്നാ കാണിക്കുവാളാ? ആന്നോ? എടാ തെണ്ടി, എന്നെ ഒന്ന് രക്ഷിക്കളാ. രക്ഷിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മള് ദൈവത്തെയല്ലേ നേരിടുന്നേ. അപ്പൊ എനറു രണ്ടിനെ ആക്രമിച്ചു. രണ്ടും ചാടി മാറിപ്പോയി നിന്നു. അപ്പോഴാണ് ഉസോപ്പ് സ്ട്രോഹാറ്റ് ശ്രദ്ധിച്ചത്. ലൂഫി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ താഴെ പോയി.
അവന് കുഴപ്പമൊന്നും വരില്ല, ലൂഫി അല്ലേ, നാമി പറഞ്ഞു. ഈ കപ്പല് മേളിലേക്കാ പോകുന്നത്. ലൂഫി വന്ന് സഹായിക്കുന്നത് നോക്കി ഇരിക്കാനാവില്ല. ഞാൻ എന്തേലും ഒന്ന് ചിന്തിക്കട്ടെ, എനിക്ക് മരിക്കാൻ പേടിയാ എന്ന് ഉസോപ്പ്. അപ്പോൾ എനറു ആക്രമിച്ചു. രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് ഒഴിഞ്ഞു മാറി. നാമി കണ്ണു തുറന്ന് നോക്കിയപ്പോ ആ ട്യൂബിന് പിറകിൽ ഉസോപ്പ് നിൽക്കുന്നു. എടി നാമി, ഈ ഡിസ്ചാർജ് ട്യൂബ് എന്തോ ഇമ്പോർട്ടന്റ് സാധനമാ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കെ. അവൻ വലിയ ആക്രമണം കൊണ്ട് ആക്രമിക്കില്ല എന്ന് ഉസോപ്പ് പറഞ്ഞു. അപ്പോഴാണ് നാമി തന്റെ വേവർ ശ്രദ്ധിക്കുന്നത്. അതുപയോഗിച്ച് താഴേക്ക് ചാടാമെന്ന് നാമി. ചാടാനോ? നിനക്ക് വട്ടാണോ? ഇത്ര പൊക്കത്തിന്നു? അല്ല, ഈ കാടിന്റെ നടുക്ക് ഐലൻഡ് ക്ലൗഡ് ഉള്ള ഒരു ഏരിയ ഉണ്ട്, അവിടെ വീണാലും നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനാവും, നാമി പറഞ്ഞു. അപ്പോഴാണ് തന്റെ തലയ്ക്ക് മുകളിൽ ഉസോപ്പ് ഒരു മിന്നൽ പിണർ കാണുന്നത്. ഉടനെ തന്നെ അവൻ ചാടി അത് ഒഴിഞ്ഞു മാറി. എന്നിട്ടും ചാടി എണീറ്റിട്ട്, ഞാൻ ഈ പുള്ളിയെ എങ്ങനെയും ഡിസ്ട്രാക്ട് ചെയ്യാ, നീ റെഡി ആയിക്കോ. ഉസോപ്പ് ആ ഡിസ്ചാർജ് ട്യൂബിന്റെ മേളിൽ കയറി. ഇന്നോ പിടിച്ചോ, നിന്റെ നഖത്തിന്റെ ഇടയിൽ ഒരു സൂചി കുത്തി കയറി. കേട്ടിട്ട് തന്നെ വേദനിക്കുന്നു. എടി മണ്ടി, ചെവി പൊത്ത്, ഇതൊക്കെ കേട്ടാ ചത്തുപോകും. നിന്റെ വിരൽ മടക്ക് ഞാൻ പേപ്പർ കൊണ്ട് മുറിച്ചു. നിന്റെ വായി 5 വായ്പുണ്ട് വന്ന്. ഉസോപ്പ് ഉരുണ്ടു പോയി വീണു. നാമി വേവർ ഉയർത്തി. പെട്ടെന്ന് വേണം, രക്ഷപ്പെടാൻ 1 നിമിഷം മാത്രമേ കിട്ടൂ. എനറു പിന്നെയും ഉസോപ്പിനെ തല്ലി. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ വള്ളികൾക്കടുത്ത് ഐലൻഡ് ക്ലൗഡുകൾ ഉള്ളത് നാമി കണ്ടു. അവൾ ഉസോപ്പിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനറുവിന്റെ മിന്നൽ പ്രഹരമേറ്റ് ഉസോപ്പ് നിലം പതിച്ചു. നിനക്ക് രക്ഷപ്പെടണമെങ്കിലും ഞാനുള്ളപ്പോൾ അത് നടക്കില്ല. നാമി ഉടനെ വേവർ സ്റ്റാർട്ടാക്കി കുതിച്ചു എന്ന് എനറുവിനെ മറികടന്നു പോയിട്ട് കൈനീട്ടി ഉസോപ്പിനോട് അവളുടെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഉസോപ്പ് അവശനായി കൈ ഉയർത്തി. നാമി കുതിച്ചു. എന്നാൽ ഉസോപ്പിന്റെ കൈ എനറു ദണ്ടുകൊണ്ട് നിലത്തമർത്തി കളഞ്ഞു. നിനക്ക് രക്ഷപ്പെടാനുള്ള സമയമല്ലിത്. എനറു മിന്നലിന്റെ ശക്തി കൂട്ടി. നാമി അലറി വിളിച്ചു. ഉസോപ്പ് ഭയന്നു. പെട്ടെന്ന് കുതിച്ചെത്തിയ സാഞ്ചി ഉസോപ്പിനെ ചവിട്ടി വേവറിലേക്ക് എറിഞ്ഞു. അവൻ അതിൽ ചെന്ന് വീണു. എനറു ആക്രമിക്കാൻ ആഞ്ഞു. ഓ, നാമി സാഞ്ചിയെ വിളിച്ചു. എന്നാൽ ഉസോപ്പ് പോ നാമി എന്ന് പറഞ്ഞ് വേവറിന്റെ സ്പീഡ് കൂട്ടി. നിക്കൂ ഉസോപ്പേ, നീ എന്തിനാ കൈ കൊടുത്തേ? അപ്പൊ സാഞ്ചിയുടെ കാര്യമോ? കാര്യമാക്കണ്ട, നമുക്ക് രക്ഷപ്പെടണം. അവന്റെ തീരുമാനത്തെ എതിർക്കാനാണോ നിന്റെ ഉദ്ദേശം? വേവർ കപ്പലിൽ നിന്നും വെളിയിൽ കടന്നു. അവർ ഇരുവരും താഴേക്ക് വീണു. അവര് താഴെ ചാടിയോ? എന്റെ ആക്രമണത്തിന്റെ റേഞ്ച് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ അടുത്ത് നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടേയില്ല. അപ്പോഴാണ് അത്രയും വലിയ ആക്രമണമേറ്റിട്ടും താഴെ വീഴാതെ നിൽക്കുന്ന സാഞ്ചിയെ എന്നോട് ശ്രദ്ധിച്ചത്. എടാ ദൈവമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, അതിനു മുന്നേ നന്ദിയുണ്ട്. സാഞ്ചി സിഗരറ്റിന്റെ ഒരു പഫ് എടുത്ത് വിട്ടു. ഞാനൊരു തീ ചോദിക്കാൻ ഇരിക്കുമായിരുന്നു. എന്നിട്ട് വേറെന്താ? നിനക്കിതിന് കിട്ടും. അത് പറഞ്ഞിട്ട് സാഞ്ചി നിലത്ത് വീണു. എനറു ഉച്ചത്തോടെ തിരികെ നടന്നു. പെട്ടെന്ന് ആ കപ്പൽ ആകപ്പാടെ ഇളകാൻ തുടങ്ങി. എനറു മുകളിലേക്ക് നോക്കിയപ്പോൾ കപ്പലിൽ നിന്നും തണ്ടർ ക്ലൗഡുകൾ പുറത്തേക്ക് പോകുന്നത് നിലയ്ക്കുന്നു. കപ്പലിന് എന്തു പറ്റിയെന്നോർത്ത് എനറു ഭയന്നു. അവൻ സാഞ്ചി പറഞ്ഞതോർത്തു. അവൻ എന്താണ് ചെയ്തത്? നശിച്ചവനെ, നീ കപ്പലിനകത്ത് എന്താ ചെയ്തത്? എനറു അലറി.